അക്രിലിക് പെയിൻറ്റും 1 സ്പൂൺ ഫെവിക്കോളും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ എല്ലാ ബോട്ടിലും ഫുള്ള് പെയിൻറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 50 ഗ്രാം ജിപ്സമാണ്. സാൻഡ് 80 ഗ്രാമാണിത്. 2 ഗ്രാം കൂടുതൽ വന്നെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. അവ മാറിപ്പോകാതിരിക്കാനാണ് 2 പാത്രത്തിലെടുത്തത്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യുക. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് കുഴയ്ക്കാൻ. 1 സ്പൂൺ ഫെവിക്കോൾ ചേർക്കുക. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒഴുകുന്ന ഒരു പരുവായിരിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യണം. തിന്നിൽ അപ്ലൈ ചെയ്താൽ മതി. ഉണങ്ങുമ്പോൾ തന്നെ ടെക്സ്ചർ വരാൻ വേണ്ടി സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനെ പയ്യെ പ്രസ് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് ഫിനിഷായി. ഇത് കഴിഞ്ഞപ്പോൾ പ്രപ്പോർഷൻ ശരിയല്ലെന്ന് തോന്നിയതുകൊണ്ട് ഞാനതൊന്ന് മാറ്റി വരച്ചാണത്. ഇത് ഈ ലൈൻ വേണ്ട, ഈ ലൈൻ മതി. ഇവിടെയും ഈ ലൈൻ വേണ്ട, ഈ ഫ്രണ്ടിലത്തെ ലൈൻ മതി. ഇതിൻ്റെ താഴെയും ഇതിനോട് ഏകദേശം മാച്ചാകുന്ന രീതിയിൽ വേണം നമ്മൾ വരയ്ക്കാൻ. വരയ്ക്കുന്ന ഈ സെയിം ലൈൻ തന്നെ വരയ്ക്കണമെന്നില്ല. ഇച്ചിരി നമുക്ക് മാറ്റി വരച്ചാലും കുഴപ്പമൊന്നുമില്ല. ഏകദേശം മിഡിൽ നോക്കാം. മിഡിലിൽ നിന്ന് കുറച്ച് മാറി വേണം ഇത് മാർക്ക് ചെയ്യാൻ. ഞാൻ ഒന്ന് ഇങ്ങനെ വരും. എഡ്ജിനോട് ചേർന്ന് ഇങ്ങനെ വരയ്ക്കണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വരയ്ക്കേണ്ടത് ഇങ്ങനെയാണ്. ഞാൻ ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടെ ഒന്നുകൂടെ വരച്ചു തരാം, നിങ്ങൾക്ക് ആ പാറ്റേൺ ഏകദേശം മനസ്സിലാകാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ ഈ എഡ്ജിൽ കൂടെ ഇങ്ങനെയും വരയ്ക്കണം. അത് ഇവിടെ കട്ടാകുകയാണ്. പിന്നെ നെക്സ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തു നിന്ന് വളച്ച് ഇമാജിനറി ആയിട്ട് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് തീർന്നു. ഫുള്ള് ഇങ്ങനെ അറ്റം വരെ വരയ്ക്കേണ്ട. ഇവിടെ നിന്ന് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം. സാൻഡ് എടുക്കുക. അതിനേക്കാൾ കുറച്ച് കുറവ് ജിപ്സം എടുക്കുക. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യണം. കുറച്ച് ഫെവിക്കോളും കുറച്ച് വെള്ളവും ചേർക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് ഫെവിക്കോൾ ഒഴിക്കണം. ഈ ഒരു പാമ്പ് ഇച്ചിരി ഫെവിക്കോളും കൂടി ഒഴിക്കും. ഫെവിക്കോൾ തീരെ കുറച്ച് ഒഴിച്ചാൽ മതി, ഒത്തിരി ഒഴിക്കണ്ട. ഇങ്ങനെ അത് വെച്ചിട്ട് പാറ്റേൺ ചെയ്യുക. 3 എണ്ണത്തിലും നമ്മൾ ആ വരച്ച വരയില്ലേ അതുപോലെ തന്നെ വേണമെന്നില്ല, നമ്മളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാവുന്നതാണ്. മൂന്ന് സ്ട്രക്ചറും ഇനി ഉണങ്ങാൻ വെക്കുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് ഡേയിൽ ചെയ്യാം.